അപ്പോൾ ഭക്തർക്ക് പർണശാലകൾ കിട്ടി മകരജ്യോതി ദർശനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് സന്നിധാനത്തേക്ക് ഒന്ന് പോകാം. അവിടെ എസ് ശ്രീകാന്ത് ഉണ്ട്. സന്നിധാനത്തെ വിവരങ്ങൾ ചോദിച്ചറിയാം എസ് ശ്രീകാന്തിനോട്. ശ്രീകാന്ത്, സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണല്ലോ മകരജ്യോതി ദർശനത്തിനായി. എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ ശ്രീകാന്ത്? നിലവിലിപ്പോൾ നാളെ മകരവിളക്ക് ദർശനത്തിന്റെ ഭാഗമായി നിരവധി ഭക്തജനങ്ങൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മല കയറി എത്തുന്നവരാരും തന്നെ ഇന്ന് തിരികെ ഇറങ്ങില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് തൊഴുത ശേഷമേ ഇവരെല്ലാം മലയിറങ്ങുകയുള്ളൂ. 10 വ്യൂ പോയിന്റുകളാണ് മകരവിളക്ക് ദർശനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. 10 വ്യൂ പോയിന്റുകളും നിറഞ്ഞ പർണശാലകൾ കെട്ടിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന പാണ്ടിത്താവളത്ത് ഇത് ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റാണ്. ഇവിടെ ഇന്നലെ തന്നെ പർണശാലകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഈ ബിംബശുദ്ധിക്രിയ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇന്ന് രാവിലെ നടക്കുകയുണ്ടായി. ഇനി പന്തളത്ത് നിന്നും കൊണ്ടുവന്ന, കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ്യ് ഉപയോഗിച്ച് അഭിഷേകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ പമ്പാ സദ്യയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ കാട്ടുകമ്പുകൾ കെട്ടിയുണ്ടാക്കിയ വിളക്കുമാടങ്ങൾ അയ്യപ്പന്മാർ ആഘോഷപൂർവ്വം പമ്പാ നദിയിൽ ഒഴുക്കും. മകരവിളക്ക് ദിവസം ഏതാണ്ട് 2 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് ലാഹയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരത്തോടുകൂടി, സന്ധ്യയോടുകൂടി സന്നിധാനത്തെത്തും. അത് തന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് അയ്യപ്പന് ചാർത്തി തുടർന്ന് ദീപാരാധന നടക്കും. മകരസംക്രമ പൂജയും ദീപാരാധനയും നടക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ. ശരി ശ്രീകാന്ത്, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.